നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. മെഡിക്കൽ അലോട്ട്മെൻറ്റ് നമുക്കറിയാം. 2023 മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് നമുക്ക് പ്രവേശനം ആഗ്രഹിച്ച് MBBSനും BDSനും ഒക്കെ നമ്മൾ ഒരു അലോട്ട്മെൻറ്റ് ഘട്ടത്തിലൂടെ പ്രവേശനം നേടാൻ സാധിക്കുമ്പോൾ മറ്റൊരു അലോട്ട്മെൻറ്റിലൂടെ അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദ, ഹോമിയോ പോലുള്ള മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കും. ഇതിൽ നമുക്ക് ഏറ്റവും താല്പര്യമുള്ള കോഴ്സുകളും കോളേജുകളും കണ്ടുപിടിക്കാനുള്ള നിങ്ങളുടെ ശ്രമത്തിൽ വിവിധ കോഴ്സുകളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൽ ജോബി സാറുമായിട്ട് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് ഏറ്റവും പുതിയതായി കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റിൽ വന്നിരിക്കുന്ന 2 കോഴ്സുകളെക്കുറിച്ചാണ്. ഒന്ന് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്. ഈ 2 മേഖലകളിലുമുള്ള സാധ്യതകളും അതുപോലെ തന്നെ പഠിക്കാനുള്ളതും ജോലി സാധ്യതകളും നമുക്ക് ജോബി സാറുമായിട്ട് സംസാരിക്കാം. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള 2 പ്രോഗ്രാമുകളാണ്. ഇത് വളരെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് ഒരു BSc പ്രോഗ്രാമായിട്ട് 4 വർഷ പ്രോഗ്രാമായിട്ട് അംഗീകരിച്ച് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത് കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റിൽ നിന്നാണ് ഈ 2 കോളേജുകളുടെയും സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത്. നീറ്റ് 2023 മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ വിഭാഗത്തിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കുന്ന 2 പ്രോഗ്രാമുകളാണ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങും ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസും. മാറി വരുന്ന ലോകത്തിനനുസരിച്ച് മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് മെഡിക്കൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു ചെല്ലുവാൻ പറ്റുന്ന 2 പ്രോഗ്രാമുകളാണ് ഈ 2 പ്രോഗ്രാമുകളും. അതിനനുസരിച്ച് ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ജോബി സാറോട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കാര്യങ്ങളിലൊരു വ്യക്തത ഉണ്ടാകും. ആരാണിത് പാഷനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച്. കഴിഞ്ഞ തവണത്തെ കേരള മെഡിക്കലിൻ്റെ 2ാം ഘട്ടത്തിൻ്റെ അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഏതാണ്ട് 12,190 കേരള മെഡിക്കൽ റാങ്കുകളുള്ള കുട്ടിക്കാണ് കോളേജ് ആൻഡ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് 2ാം ഘട്ട അലോട്ട്മെൻറ്റിൽ കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റിൻ്റെ കേരള മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ അലോട്ട്മെൻറ്റിൽ 2ാം ഘട്ടത്തിൽ കിട്ടിയ ലാസ്റ്റ് റാങ്ക്. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റിൽ ഏതാണ്ട് 10,720 വരെയും 2ാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഈ കോളേജിൽ പ്രവേശനം ലഭിക്കുകയുണ്ടായി. അപ്പം വിവിധ കോഴ്സുകൾക്ക് MBBSും BDSും അതുപോലെ അഗ്രികൾച്ചർ, വെറ്റിനറി പോലെയുള്ള 13 പ്രോഗ്രാമുകൾക്കാണ് നീറ്റ് 2023 മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി കേരള എൻട്രൻസ് കമ്മീഷണർ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ഏത് കോളേജുകളാണ്, ഏത് കോഴ്സുകളാണ് ഓപ്ഷൻ കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. 2023-24 അധ്യയന വർഷത്തിൽ നമുക്ക് ഏതൊക്കെ കോഴ്സുകളിൽ പ്രവേശനം നേടണം, അതിൻ്റെ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അതിലൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കുമ്പോൾ ജോബി സാർ വ്യക്തമായി പറഞ്ഞു തരും ഈ കോഴ്സിൻ്റെ സാധ്യതകളെക്കുറിച്ച്. അങ്ങനെ താല്പര്യമുള്ള കുട്ടികൾക്ക് കോഴ്സുകളും കോളേജുകളും തിരഞ്ഞെടുക്കുവാനായിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ദയവായിട്ട് ഈ വീഡിയോ കണ്ടിട്ട് ഇതനുസരിച്ച് നിങ്ങളുടെ ഓപ്ഷൻ ഉൾപ്പെടുത്തണം. മുൻ വർഷങ്ങളിൽ ഏതാണ്ട് 10,000-12,000 റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് ലഭിച്ച ഈ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വർഷവും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് പ്രവേശനം സാധ്യമാകുന്ന ഡിഗ്രി പ്രോഗ്രാമുകളാണ്. തൃശ്ശൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഈ 2 പ്രോഗ്രാമുകളിൽ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസിനും 15,000 രൂപയാണ് വാർഷിക ഫീസായിട്ടുള്ളത്. കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് വഴി നമുക്ക് അലോട്ട്മെൻറ്റ് കൊടുത്ത് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ വാർഷിക ഫീസായിട്ട് നമ്മൾ അടയ്ക്കേണ്ടി വരുന്നത് 15,000 രൂപ മാത്രമാണ് ഈ 2 കോഴ്സുകൾക്കും എന്നുള്ളതും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നീറ്റ് 2023 നിങ്ങളുടെ സാധ്യതകൾക്കനുസരിച്ച് ഏതാണ്ട് 13 കോഴ്സുകൾക്കാണ് നമുക്ക് കേരള എൻട്രൻസ് കമ്മീഷണർ ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അലോട്ട്മെൻറ്റുകൾ നടത്തുന്നത്. ഇന്ന് നമുക്ക് ഈ 2 സാധ്യതകളെക്കുറിച്ച് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങും ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസിനെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും ജോലി സാധ്യതകളെക്കുറിച്ചും ഒക്കെ ജോബി സാറുമായി അല്പനേരം സംസാരിക്കാം. കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റിൻ്റെ ഈ അടുത്തിടയ്ക്ക് കാണപ്പെട്ട 3 പുതിയ കോഴ്സുകൾ പണ്ടേ ഉണ്ടായിരുന്നു. സാർ അത് പറഞ്ഞു തരും. കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റിലൂടെ നമുക്ക് കയറാൻ സാധിക്കുന്ന തൃശ്ശൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള 3 കോഴ്സുകളെയാണ് ഇന്ന് ജോബി സാറ് പരിചയപ്പെടുത്തുന്നത്. സാറേ നമസ്തേ. നമസ്കാരം. ബയോടെക്നോളജി, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, അതുപോലെ തന്നെ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ഈ 3 പ്രോഗ്രാമുകൾ കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റിലൂടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമുകളാണ്. ഈ കോഴ്സിനെക്കുറിച്ചും ഇത് എന്തൊക്കെയാണ് പഠിക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ സാധ്യതകളെക്കുറിച്ചും ജോബി സാറിനോട് നമുക്ക് 2 വാക്കുകൾ ചോദിക്കാം. കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് ഉൾപ്പെടുത്തിയ 3 പ്രോഗ്രാമുകളാണിത്. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നീറ്റിൻ്റെ മാർക്ക് വെച്ചിട്ട് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പ്രോഗ്രാമുകൾ. സാർ, ഇത് തൃശ്ശൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ മാത്രമുള്ള 3 കോളേജുകളിലെ പ്രോഗ്രാമുകളാണ്, ഡിഗ്രി പ്രോഗ്രാമുകൾ തന്നെയാണ്. അതെ അതെ അത് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ് പറയുകയാണെങ്കിൽ
അതും അതുപോലെ തന്നെ കോർപ്പറേഷൻ ബാങ്കിങ്ങും ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. പ്രത്യേകിച്ച് കോർപ്പറേഷൻ ബാങ്കിങ് BSc ഓണേഴ്സ് ആണത്. ആ ഒരു പ്രോഗ്രാം വേറെ എങ്ങും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ സയൻസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് അത് തുടങ്ങിയത് 2010-ലാണ്. 2010 അത് ആരംഭിച്ചത് BSc MSc ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ആയിട്ടാണ് ആരംഭിച്ചത്. അതിനുശേഷം 2020 അത് ICAR നിർദ്ദേശം അനുസരിച്ച് അവരുടെ അക്രഡിറ്റേഷൻ കിട്ടണം. അതിന് വേണ്ടിയിട്ട് അത് ഒന്ന് മോഡിഫൈ ചെയ്താണ് 4 ഇയർ ഓണേഴ്സ് ആയിട്ട് ആ ഒരു പ്രോഗ്രാം മാറ്റിയത്. അപ്പോൾ നമുക്ക് ആദ്യം വേണമെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പോൾ അതിനകത്ത് നമ്മൾ 4 ഇയർ ഡിഗ്രി 4 ഇയർ ഓണേഴ്സ് BSc ഓണേഴ്സ് പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിനകത്ത് പേര് പോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും അതുപോലെ മറൈൻ ലൈഫ് സമുദ്ര ജീവികളെക്കുറിച്ച് സമുദ്രത്തിലുള്ള അതുപോലെ തന്നെ പ്ലാന്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെറ്റീരിയോളജിക്കലായിട്ടുള്ള അതിൻ്റെ ഒബ്സർവേഷന് അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ GIS അങ്ങനെ പല കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്, പറയാം. അപ്പോൾ ആ രീതിയിൽ ഉള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇത് നമുക്ക് ഒരു ഇൻ്റർ ഡിസിപ്ലിനറി പ്രോഗ്രാം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു കോർ പ്രോഗ്രാം ഒന്നുമല്ല, സബ്ജക്റ്റ് അല്ല, ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ആണ്. എങ്കിലും നമുക്ക് കുറേയധികം സാധ്യതകൾ പറയാം. UPSC എൻവയോൺമെൻറ്റൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ കിട്ടാം. അപ്പോൾ എൻവയോൺമെൻറ്റ് എഞ്ചിനീയറായിട്ടും എൻവയോൺമെൻറ്റ് സയൻറ്റിസ്റ്റായിട്ടും ഹയർ സ്റ്റഡീസ് ഓപ്ഷൻ പോസിബിളാണ്. അത് ഇന്ത്യയിലും വിദേശത്തും പോസിബിളാണ്. അപ്പോൾ എൻവയോൺമെൻറ്റ് സയൻറ്റിസ്റ്റ് ആയിട്ട് വരും. സോയിൽ കൺസർവേറ്റർ, ഏത് കമ്പനികളും ഒരാളെയെങ്കിലും ചൂസ് ചെയ്യുന്ന ഒരു മേഖലയാണ് ഇതെല്ലാം. സോയിൽ കൺസർവേറ്ററായിട്ട് ജോലി കിട്ടാറുണ്ട്. അതുപോലെ ഫോറസ്റ്റ് കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഫോറസ്ട്രിയിൽ ജോലി കിട്ടാറുണ്ട്. പിന്നെ നമുക്ക് എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല NGOs ഉണ്ട്. ആ NGOസിൻ്റെ പല പ്രോജക്റ്റുകളിൽ ജോലി കിട്ടാറുണ്ട്. പിന്നെ സസ്റ്റൈനബിൾ ലിവിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയകളിൽ ഇപ്പം ആ ഒരു വളരെ ഡെവലപ്പ് ചെയ്തു വരുന്ന ഒരു ഏരിയയാണ് സസ്റ്റൈനബിൾ ലിവിങ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഈ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻ്റർനാഷണൽ ഇപ്പോൾ IPCCയുടെ ഒക്കെ പ്രോജക്റ്റുകൾ ഉണ്ടാവും UN-നുമായിട്ട് റിലേറ്റ് ചെയ്ത്. അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ എത്തണമെങ്കിൽ ഒരു ഹയർ സ്റ്റഡീസൂടെ ആവശ്യം വരും. തീർച്ചയായിട്ടും ഹയർ എഡ്യൂക്കേഷൻ സാധ്യതകളും ഉണ്ട്. അതായത് ഒരു ഡിഗ്രി പ്രോഗ്രാം നിന്നുകൊണ്ട് നമുക്ക് ഏതിലോട്ട് തന്നെ പോകാം. എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ പ്രോഗ്രാമുകൾ പല യൂണിവേഴ്സിറ്റികളിലും ആരംഭിച്ചിട്ടുണ്ട്, എടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം ഇനി മുന്നോട്ട് കാലാവസ്ഥാ വ്യതിയാനം വലിയൊരു പ്രോബ്ലമായിട്ട് വരികയാണ്. അത് നമ്മൾ കേരളത്തിലുള്ളവർ വരെ അത് അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് ഈ ഇവിടെ പഠിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളതുകൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ചുള്ള പ്രോജക്റ്റുകളും അത് സംബന്ധിച്ചുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ ഇതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ഇവിടെ ഒരു വെതർ സ്റ്റേഷൻ ഉണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അതുപോലെ തന്നെ ഒരു സർഫസ് മെറ്റീരിയോളജിക്കൽ ഒബ്സർവേഷൻ സെൻ്റർ ഉണ്ട്. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഇങ്ങനെ ആകപ്പാടെ ഒരു കോളേജേ ഉള്ളൂ. ഇതൊരു കോളേജ് എന്നുള്ള രീതി നമുക്കിപ്പോൾ ഇതിനെ കാണാം. തൃശ്ശൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് കോളേജായിട്ട് നമുക്കിതിനെ കാണാം. സെമസ്റ്റർ വൈസ് തന്നെയാണ്, 8 സെമസ്റ്റർ ആയിട്ട് തന്നെ ഉള്ള ഒരു ഡിഗ്രി 4 ഇയർ പ്രോഗ്രാം തന്നെയാണ്. അപ്പം വിദേശ പഠനത്തിനും സാധ്യതകൾ തന്നെയുണ്ട്. 4 ഇയർ ആയതുകൊണ്ട് ഇതിപ്പോൾ ICAR ആ രീതിയിലാണ് മാറ്റി, അവരുടെ ഒരു റിക്വയർമെന്റ് അനുസരിച്ച് മാറ്റിയതാണ്. 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് വേണ്ട എന്നുള്ള രീതിയിൽ പിന്നെ മാറ്റിക്കൊണ്ടുവന്നതാണ്. പിന്നെ ഒരു പ്രോഗ്രാം ഇപ്പം തൃശ്ശൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഉള്ളതാണ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബാങ്കിങ് സെക്ടറും അങ്ങനെ അഗ്രികൾച്ചർ മേഖല, ബാങ്കിങ് സെക്ടർ അങ്ങനെയുള്ളൊരു മേഖലയാണോ? നമുക്ക് കോർപ്പറേഷൻ ബാങ്കിങ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറയാവുന്നത്, നമ്മൾ ഈ കുട്ടികൾ BCom പഠിക്കുമ്പോൾ BComന്റെ കൂടെ വിത്ത് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു പേപ്പറുകൾ എലക്റ്റീവ് ചെയ്തുകൊണ്ട് BCom കോപ്പറേറ്റീവ് ബാങ്കുകളിൽ വരുന്നുണ്ട്. അതുമായിട്ട് അല്പം ബന്ധമുണ്ട്. അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷം നമ്മൾ ഈ ഹയർ ഡിപ്ലോമ HDC JDC സഹകരണ മേഖലയിൽ ജോലി കിട്ടാൻ വേണ്ടി ചെയ്യുന്നു, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഈ BSc ഓണേഴ്സ് കോർപ്പറേഷൻ ബാങ്കിങ് ഇത് ഈ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതിനേക്കാളൊക്കെ നല്ലതാണ്. കാരണം ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്, 4 ഇയർ പ്രോഗ്രാമാണ്, പ്രൊഫഷണൽ കോഴ്സാണ്. കുട്ടികൾക്ക് പ്രോജക്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്നുണ്ട്. തന്നെയുമല്ല നമ്മുടെ PSC ഇത് അംഗീകരിച്ചിട്ടുണ്ട്. നമ്മുടെ PSC പറയുന്നത് BCom കോഴ്സിനുള്ള ഒരു ഇക്വലൻസി
ശരി ശരി ഇതിന് ഇക്വലൻസി ഇതിന് കിട്ടിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പഠിച്ചു കഴിയുമ്പോൾ ഇവിടെ ടെസ്റ്റ് എഴുതാൻ പറ്റിയാലെന്ന് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. പക്ഷേ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് പഠിച്ച കുട്ടികൾ മിക്കവാറും എല്ലാവരും തന്നെ പ്ലേസ്ഡ് ആയിട്ടുണ്ട്, ജോലി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. സംസാരിച്ചതിൽ നിന്നൊക്കെ മിക്കവാറും ജോലി മറ്റു പല കോഴ്സുകളുമായിട്ട് കമ്പയർ ചെയ്തു ഇത് പഠിച്ചവർക്കൊക്കെ ജോലി കിട്ടിയിട്ടുണ്ട്. കാരണം ഇതിൽ നിന്ന് ബിസിനസ് സെക്ടറിലേക്ക് പോകാം, മാനേജ്മെൻറ്റിലേക്ക് പോകുന്നുണ്ട്, എക്കണോമിക്സ് ഹയർ സ്റ്റഡീസ് കുട്ടികൾ പോകുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സഹകരണ മേഖലയിലേക്ക് കുട്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഈ സഹകരണ മേഖലയിലേക്ക് വരുമ്പോൾ ഇവർക്ക് മുൻഗണന കിട്ടുന്നുണ്ട്. തീർച്ചയായും ഇതിൻ്റെ PG കോഴ്സും പഠിക്കുന്നുണ്ട്. ഇതിൻ്റെ PG കോഴ്സ് അവിടെയുണ്ട്, PhD അവിടെയുണ്ട് ഉണ്ട്. ഞാകപ്പാടെ ഒരു ലിമിറ്റേഷൻ നമുക്ക് പറയാം, ഇതിന് ICAR അക്രഡിറ്റേഷൻ ഇല്ല. അതുകൊണ്ടാണ് ഇത് ഞാൻ ഒരു യുണീക്ക് കോഴ്സാണ്. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു കോഴ്സ് ഇവിടെ മാത്രമേ ഇത് മാത്രമേ കാണുകയുള്ളൂ. ICAR ഉദ്ദേശിച്ചിരുന്നത് ഇതിനെ ഒരു ബിസിനസ് മാനേജ്മെൻറ്റ് കോഴ്സ് എന്നുള്ള രീതിയിൽ ഒന്ന് മാറ്റാനാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് കൺവെൻഷനലായിട്ട് വർഷങ്ങളായിട്ടുള്ളത് കൊണ്ട് ആ രീതിയിൽ തന്നെ നമ്മളിതിനെ തുടർന്നുകൊണ്ട് പോവുകയാണ്. കുട്ടികൾക്ക് നല്ല രീതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവർക്ക് ജോലി സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ചില കുട്ടികൾക്ക് PG ചെയ്യുന്നു, പിന്നെ ചില കുട്ടികൾ ഇത് കഴിഞ്ഞിട്ട് 2 വർഷം എവിടെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു. ഒന്നുകിൽ പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ PG ചെയ്യുക. PG ആ രീതിയിൽ കണ്ടാൽ മതി. നമുക്ക് ആ ഒരു മേഖലയെക്കുറിച്ച് അവിടെ തന്നെ ഉണ്ട്, PG സ്റ്റഡിക്കുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ICARന്റെ എക്സാം എഴുതി ആ രീതിയിൽ പോകാൻ പറ്റില്ല എന്നുള്ള ലിമിറ്റേഷൻ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഈ ICARന്റെ അലോട്ട്മെന്റ് വരുന്ന സമയത്തൊക്കെ ഈ ICAR അക്രഡിറ്റേഷൻ അത് ഇവർക്ക് ഹയർ എഡ്യൂക്കേഷനും ഒരു ജോലി സാധ്യതയൊക്കെ ഒരു വിലങ്ങുതടിയാണോ? ICARന്റെ ഏത് പ്രോഗ്രാമുകൾക്ക് ഉള്ള അവരുടെ എൻട്രൻസ് എഴുതി പോകണമെങ്കിൽ അത് വേണ്ടി അഗ്രികൾച്ചർ കോഴ്സുകൾക്കൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇന്ന കോളേജിനില്ല അതിന്. അപ്പം അവർക്ക് ഹയർ എഡ്യൂക്കേഷന് പോകുമ്പോഴും PGക്ക് പോകുമ്പോഴും ഒക്കെ ഇപ്പോൾ UGC അപ്രൂവൽ ഉണ്ടെങ്കിൽ ചെയ്യാവുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇവിടെ അതൊരു പ്രശ്നമായിട്ട് എടുക്കണ്ട. കാരണം ഇത് കഴിയുമ്പോൾ തന്നെ 2 വർഷം തന്നെ കുട്ടികൾ സഹകരണ മേഖലയിലാണ്, നല്ല രീതിയിൽ പ്രോഗ്രാമുകളേ ഉള്ളൂ. സഹകരണ മേഖലയിൽ ജോലി സാധ്യതകളും ഉണ്ട്. അപ്പം അങ്ങനെ കയറി പോകുന്നുണ്ട്. കാരണം അവർക്കൊരു പ്രിഫറൻസ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റ് എലിജിബിലിറ്റീസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനൊരു പ്രിഫറൻസ് സ്ഥാപനങ്ങൾ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട 2 പ്രോഗ്രാമുകൾ നമ്മൾ കണ്ടു. ഇപ്പോൾ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഈ 2 പ്രോഗ്രാമുകൾ കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റിലൂടെ നിങ്ങൾക്ക് 13 കോഴ്സുകൾ ചോയ്സ് ചെയ്യാൻ പറ്റുന്നതിൽ പ്രധാനപ്പെട്ട 2 കോഴ്സുകൾ തന്നെയാണിത്. മറ്റൊരു പ്രധാനപ്പെട്ട കോഴ്സ് ബയോടെക്നോളജിയെക്കുറിച്ചാണ്. പക്ഷേ അതിപ്പം എനിക്ക് തോന്നുന്നു എഞ്ചിനീയറിങ്ങും മെഡിക്കലും എല്ലാമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയാണ്. എനിക്ക് അതിനെക്കുറിച്ച് സാറിനോട് ഒത്തിരി കുട്ടികൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ബ്രില്യൻറ്റ് യൂട്യൂബ് ചാനലിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഒരു നല്ലൊരു എപ്പിസോഡ് ആ മേഖലയെക്കുറിച്ച്, കാരണം ഏറ്റവും അധികം ഡെവലപ്മെൻറ്റ് പ്രതീക്ഷിക്കുന്ന, ഏറ്റവും അധികം കുട്ടികൾ ചേരാൻ ആഗ്രഹിക്കുന്ന, അതിലെന്താണ് പഠിക്കാനുള്ളത്, എന്താണ് അതിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ സാധ്യതകൾ, എവിടെയാണ് ജോലി സാധ്യതകൾ, വിദേശത്തുള്ള സാധ്യതകൾ, അതിനെക്കുറിച്ച് ബയോടെക്നോളജിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റ് വഴി കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഈ ഒരു പ്രോഗ്രാം ഉണ്ട് അല്ലേ? ഒരു പ്രോഗ്രാമുണ്ട്, ഒരു 4 ഇയർ പ്രോഗ്രാം തന്നെയാണ് അത്. ആ ബയോടെക്നോളജിയുടെ ജോബി സാറുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം ഉൾപ്പെടുത്തുന്നതാണ്. നമുക്കറിയാം JEE മെയിൻ വഴിയും കുസാറ്റ് വഴിയും CUET വഴിയും ഒക്കെ നമുക്ക് ചേരാനുള്ള വലിയ സാധ്യതകളാണ് ബയോടെക്നോളജി മേഖലയ്ക്കുള്ളത്. അതിൻ്റെ സാധ്യതകളുമായിട്ട് ബ്രില്യൻറ്റ് യൂട്യൂബ് ചാനൽ വഴി മറ്റൊരു ദിവസം കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.